സാധാരണ മത്സരപരീക്ഷയിൽ ചോദിച്ചു കാണുന്ന ചോദ്യമാണ് 4 ഭിന്നസംഖ്യകൾ തന്നിട്ട് അവയിൽ ഏറ്റവും വലുത് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി. ഉദാഹരണം പറഞ്ഞാല് 3b5 7b12 15b23 8b15 എന്നിവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്ന് കണ്ടെത്തണമെന്ന് വിചാരിക്കാം. ഇത് പല രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 3b5 7b12 15b23 8b15 എന്നിവയെ ഡെസിമൽ പ്ലേസിലേക്ക് മാറ്റി ദശാംശ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് ഒരു രീതി. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാല് ഛേദങ്ങൾ, അതായത് ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കുന്ന രീതി. ഇപ്പൊ 5, 12, 23, 15 LCM കണ്ടെത്തിയതിനു ശേഷം സെയിം ഛേദമാക്കി മാറ്റി അതിൽ ഏറ്റവും വലിയ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ പറയുന്നത് വേറെ രീതിയാണ്. അതായത് 3b5 7b12 എന്നീ ഈ രണ്ട് ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതാണെന്ന് കണ്ടെത്താൻ വഴി എന്താ വെച്ച് കഴിഞ്ഞാല് ഇവയുടെ പരസ്പരം ക്രോസ് ആയിട്ട് ഗുണിച്ചു വരുന്നു. അതായത് 5 കൊണ്ട് 7 ഗുണിച്ചു കഴിഞ്ഞാൽ 35 കിട്ടും. 12 കൊണ്ട് 3 ഗുണിച്ചു കഴിഞ്ഞാൽ 36 കിട്ടും. അപ്പൊ അതിൽ ഏതാ വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ 36 ആണ്. അതുകൊണ്ട് തന്നെ 3b5 ആയിരിക്കും 7b12 വലുത്. അതുകൊണ്ട് 7b12 ചെറുതാണ് ഈ 3b5 അടുത്ത ചെയ്യേണ്ടത് 3b5 15b23 പരിശോധിച്ച് നോക്കിയാല് ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 5 × 15 75, 23 × 3 69 കിട്ടും. ഇത് വലുത് 75 ആണ്. അതുകൊണ്ട് 15b23 ആയിരിക്കും 3b5 വലുത്. അപ്പോ 3b5 താരതമ്യേന ചെറുതാണ് ഇതിനേക്കാൾ 15b23. അടുത്ത 15b23 8b15 നോക്കിക്കഴിഞ്ഞാല് ഇതും ക്രോസ് ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 15 × 15 15 225, 8 × 23 8 3 24 ബാക്കി 2 8 2 16 18 154 കിട്ടും. അപ്പൊ ഇവിടെ 225 ആണ് 154 വലുത്. അതുകൊണ്ട് 15b23 ആയിരിക്കും 8b5 വലുത്. അപ്പൊ 8b5 താരതമ്യം ചെറുതാണ്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് 15b23 ആണ്. ഈ രീതിയിൽ നമുക്ക് ഏറ്റവും വലിയ ഭിന്നസംഖ്യ കണ്ടെത്താൻ വേണ്ടി സാധിക്കും.